എപ്പിക്യൂറസിന്റെ ഒരു ഫേമസ് ആയിട്ടുള്ള കോട്ടാണ്. പല റോമൻ ടൂമുകളിലൊക്കെ ഇത് കാണാൻ കഴിയും. പുള്ളി പറഞ്ഞതാണ്, ഐ വാസ് നോട്ട്, ഐ ആം നോട്ട്, ഐ ഡോണ്ട് കെയർ. ഐ വാസ് നോട്ട് മീൻസ് ഒരിക്കൽ ഞാൻ ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് വൺ, ഞാനുണ്ടായിരുന്നില്ലല്ലോ. എനിക്കും പറയാം, 1970 മുന്നേ ഞാൻ എവിടെയായിരുന്നു എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല, ആർക്കും അറിയില്ല, എൻ്റെ മാതാപിതാക്കൾക്കും അറിയില്ല. 1940 മുന്നേ എന്നെയാണെന്ന് ഒരാളോട് ചോദിക്കുകയാണ്, എനിക്കറിയില്ല. നിങ്ങളെയാണ് കൊണ്ടുവരുന്നത്, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് അറിയില്ല. എങ്ങനെയാണ് കൊണ്ടുവരുന്നതെന്ന് അവർക്കറിയില്ല, എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല, നമുക്കും അറിയില്ല, അവർക്കും അറിയില്ല. ഇതെല്ലാം നാച്ചുറൽ പ്രോസസ്സ് നടക്കുന്നതാണ്. അപ്പോൾ ദെർ വാസ് എ ടൈം ഐ വാസ് നോട്ട്, ഞാൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു സമയമുണ്ട്. കുറെ കഴിഞ്ഞിട്ട് ഞാൻ ഉണ്ടായി, ഞാൻ ഉണ്ടായ ഒരു സമയമുണ്ടായി. ഇപ്പൊ ഐ ആം നോട്ട്, ഇപ്പൊ ഞാൻ ഇല്ല, മരിച്ചു കഴിഞ്ഞു. ഐ ഡോണ്ട് കെയർ. അതൊരു പ്രശ്നമല്ല. ഞാൻ ഇല്ലാതിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു, ഞാൻ ഉള്ള ഒരു സമയമുണ്ട്, ഞാൻ ഇല്ലാതാവുന്ന ഒരു സമയമുണ്ട്. ഞാൻ ഇല്ലാതിരുന്ന സമയത്ത് ഞാൻ കിടന്ന് കരഞ്ഞ് നിലവിളിച്ച് ബുദ്ധിമുട്ടി ബഹളം ഉണ്ടാക്കി എവിടെയെങ്കിലും നടന്നിട്ടുണ്ട്. നോക്ക്, 1950 മുമ്പ് നിങ്ങൾ എവിടെയായിരുന്നു വല്ല ധാരണയുണ്ടോ? ഒരു ധാരണയില്ല. ജനിക്കുന്നതിന് മുമ്പ് എവിടെയായിരുന്നു? ഒരു ധാരണയില്ല. അന്ന് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നിങ്ങൾ ദുഃഖിക്കുന്നുണ്ടോ? ഇല്ല. അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ഡിപ്രഷൻ ഇല്ല. നമ്മൾ പറയാനുണ്ടല്ലോ, നിങ്ങൾ ഭൂതകാലത്ത് ജീവിക്കുകയാണെങ്കിൽ ഡിപ്രസ്ഡ് ആയിരിക്കും, ഭാവിയിൽ ജീവിക്കുകയാണെങ്കിൽ ആങ്ഷ്യസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഭയങ്കര ടെൻഷനായിരിക്കും, ഭാവി അയ്യോ എന്തായി തീരും. ഇന്നലെ ജീവിക്കാനാണ് പറയുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഭൂതകാലത്തെക്കുറിച്ച് നമ്മൾ ആരും ഡിപ്രസ്ഡ് അല്ല. നമ്മൾ ആരെങ്കിലും ഭൂതകാലത്തെക്കുറിച്ച് ഡിപ്രസ്ഡ് ആണെങ്കിൽ അത് നമ്മൾ ജനിച്ചതിന് ശേഷമുള്ള, ഓർമ്മ വന്നതിന് ശേഷമുള്ള ഭൂതകാലത്തെക്കുറിച്ച്. ജനനത്തിന് മുന്നേ ഉള്ള ഭൂതകാലത്തെക്കുറിച്ച് ഒരുത്തനും ഇന്ന് ഈ ലോകത്ത് ഡിപ്രസ്ഡ് അല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇനി മരിച്ചു കഴിഞ്ഞാൽ എന്താ പ്രശ്നം? ജനിക്കുന്നതിന് മുന്നേ ഉള്ള അവസ്ഥയാണ് മരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുക. ജനിക്കുന്നതിന് മുന്നേ എന്താ അവസ്ഥയായിരുന്നു, ആ അവസ്ഥ തന്നെ ആയിരിക്കും മരിച്ചത്. ഇനി വീണ്ടും ഒന്നും ജനിച്ചാലോ? ദാറ്റ്സ് എ പോയിന്റ്. പരലോകം. മരിച്ചു കഴിഞ്ഞ് വീണ്ടും ഒന്ന് ജനിച്ചാലോ? അതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. അടുത്ത ജന്മത്തിൽ ഈ ജന്മത്തെക്കുറിച്ച് ഉണ്ടാവില്ല. സൈക്ലിക്കലായിട്ട് ഇങ്ങനെ പോകും. നത്തിങ് ടു വറി. അതാണ്